ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണൻ വരാത്തതിൽ മീനുവിന് നല്ല വിഷമമുണ്ട്. പാർവതി അവളെ ആശ്വസിപ്പിക്കും. ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ പറ്റിയില്ലെങ്കിലും നാരായണൻ ഈ അടുത്ത് എവിടെയോ ഉണ്ടെന്ന് മനസ്സിലായല്ലോ, നീ സമാധാനമായിട്ടിരിക്കുക. എന്താണേലും ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കട്ടെ, മോള് വാന്ന് മോഹനൻ പറയും. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ മീനു കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരാൾ അവളുടെ തലയെ കൊണ്ടുവന്നൊരു തൊപ്പി വെക്കും. തിരിഞ്ഞു നോക്കുന്ന മീനു കാണുന്നത് ചിരിയോടെ നിൽക്കുന്ന നാരായണനെയാണ്. അവനെ കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാകും. എല്ലാവർക്കും അവനെ കാണുമ്പോൾ സന്തോഷമാണ്. മീനു ചോദിക്കും, നാരായണൻ ഇത് എവിടെയായിരുന്നു? ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിക്കളയാൻ വേണ്ടി ഇവിടെ എന്തോ ഉണ്ടായത്? രോഹിണി ചോദിക്കും, നാരായണനെ വിളിച്ച് കിട്ടാതായപ്പോൾ മീനു എത്രമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? നാരായണൻ ചോദിക്കും, ഓഹോ, അപ്പൊ എന്നെ കാണാതായ മീനുവിന് സങ്കടമൊക്കെ വരുമല്ലേ? മീനു പറയും, സ്ഥിരം ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാള് അയാളെ ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് നേരം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? നാരായണൻ ഒന്ന് ആലോചിച്ചിട്ട് പറയും, ഞാൻ ഏതോ ആക്സിഡന്റിൽ പെട്ട് ചത്തുപോയിന്നാണോ? മീനു പറയും, ദേ കരിനാക്ക് വളച്ചൊന്നും പറയാതെ ഇത്രയും നേരം മനുഷ്യനെ തീ തിരിച്ചതും പോരാ വളിച്ച കോമഡി അടിക്കുന്നോ? പാർവതി പറയും, നാരായണനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ മീനു ശരിക്കും ടെൻഷൻ അടിച്ചു, അതാ അവക്ക് ഇത്രയും സങ്കടം. നാരായണൻ പറയും, സോറി മീനു, ഞാനേ തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി മുങ്ങിയതാ, പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി മീനു. അച്ഛ ഇങ്ങോട്ട് നിൽക്കുന്നു പറഞ്ഞ് മീനുവിൻ്റെ അടുത്തേക്ക് നാരായണൻ മോഹനെ ചേർത്ത് നിർത്തും. ഞാനേ അച്ഛൻ്റെ പഴയ വാച്ച് വാങ്ങിയ ആ വാച്ച് റിപ്പയർ ചെയ്യുന്ന ഗോപൻ ചേട്ടനെ അന്വേഷിച്ച് പോയതാ. ഒടുവിൽ അയാളെ കണ്ടെത്തി ആ വാച്ച് വാങ്ങുകയും ചെയ്തു. എന്താണേലും ഞാൻ ഇത്തിരി ടെൻഷൻ അടിപ്പിച്ചെങ്കിലും മീനുവിന് സന്തോഷമായോ? സർപ്രൈസ് ഗിഫ്റ്റായി അച്ഛന് വാച്ച് കൊടുക്കാനും പറ്റിയില്ലേ? അത് കേട്ട് മീനു ചിരിയോടെ നിൽക്കും. ഒരാൾ പറയും, എന്നാലും ഇത് കടുത്ത സർപ്രൈസ് ആയിപ്പോയി നാരായണ. മീനു മാത്രമല്ല, നീ കാരണം ഞങ്ങളും ടെൻഷൻ അടിച്ചു. പാർവതി പറയും, എന്താണേലും നാരായണനും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. അങ്ങനെ മീനു കേക്ക് കട്ട് ചെയ്യും. അവളത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവർ വളരെ സന്തോഷത്തിലാണ്. ഈ സമയം ശിവരഞ്ജിനി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അമ്മ ചോദിക്കും, മോളെ നീ ഇങ്ങ് എത്തിയോ? നീ എന്താ വേഗം വന്നത്? ശിവരഞ്ജിനി പറയും, അല്ല ജോത്സ്യനെത്തി, പൂജ തുടങ്ങാറായെന്ന് പറഞ്ഞ് സുഹാസിനി വിളിച്ചു. അമ്മ ചോദിക്കും, ഏത് ജോത്സ്യൻ? ഈ സമയം സുഹാസിനി ഇത് കേട്ടോണ്ട് അവിടെ നിപ്പുണ്ട്. ഇവിടെ ആരും വന്നില്ല. ശിവരഞ്ജിനി ചോദിക്കും, എവിടെ ബാക്കിയുള്ളവര്? അമ്മ പറയും, എല്ലാവരും റെഡിയാവുന്നതല്ലേ ഉള്ളൂ. ആ സമയം സുഹാസിനി പറയും, ശിവേ നീ എത്തിയല്ലേ, ഇപ്പോഴെനിക്ക് സമാധാനമായത്. ശിവരഞ്ജിനി ചോദിക്കും, സുഹാസിനി എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? അവർ ചോദിക്കും, നുണയോ? എന്ത് നുണ? ജോത്സ്യരെത്തിന്ന് പറഞ്ഞിട്ട് എവിടെ? സുഹാസിനി പറയും, എൻ്റെ ശിവേ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം. കർമ്മങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയാൽ നല്ലതായിരിക്കുന്നു ജോത്സ്യം വിളിച്ചു പറഞ്ഞു. ആ സമയം തന്നെ ജോത്സ്യനെ പിക്ക് ചെയ്യാൻ ഞാൻ ഹർഷനെ അങ്ങോട്ട് അയച്ചു. അവൻ ചെന്ന് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്താറായെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ടെൻഷനായത്. ജോത്സ്യൻ ഇവിടെ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് നിന്നോട് പെട്ടെന്ന് എത്താൻ പറഞ്ഞത്. അമ്മ പറയും, എന്നിട്ട് അവരിതുവരെ എത്തിയില്ലല്ലോ. സുഹാസിനി പറയും, അത് പിന്നെ ഇവിടെ എത്താറായപ്പം വണ്ടി ഒന്ന് പണി മുടക്കി, ഹർഷം വിളിച്ച് പറഞ്ഞിരുന്നു, അതാ അവർ വൈകുന്നത്. ശിവരഞ്ജിനി ചോദിക്കും, എന്തു പറ്റി? വല്ല തട്ടലോ മുട്ടലോ ഉണ്ടായോ? ഹർഷൻ കാർ എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയ ടെൻഷനാവും. സുഹാസിനി പറയും, ഏയ് അതൊന്നുമില്ല, ടയർ ഒന്ന് പഞ്ചറായി, അതൊക്കെ മാറി അവരിപ്പം തന്നെ ഇവിടെ ഇങ്ങനെ എത്തും. അതിനു മുന്നേ നീ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ശിവരഞ്ജിനി പോകും. അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൈദ്യരമ്മയുടെ അടുത്താണ്. ബെന്നിച്ചൻ മോഹനചന്ദ്രൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു വന്നേക്കുക. വൈദ്യരമ്മ പറയും, ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആരുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾ പുറത്ത് വിടാറില്ല. ബെന്നിക്ക് എന്തിനാ ഇപ്പം മോഹനചന്ദ്രൻ്റെ അഡ്രസ്സ്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ബെന്നിച്ചൻ പറയും, ഇവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് പരിചയമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മേടിക്കാൻ ഞാൻ മറന്നുപോയി. ഈ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് വന്നപ്പം അദ്ദേഹത്തിനെ ഇവിടെ കണ്ടില്ല. അന്വേഷിച്ചപ്പം എന്തോ കാര്യത്തിന് വീട്ടിൽ പോയി എന്നാ പറഞ്ഞത്. അപ്പം വിളിച്ചു നോക്കാന്ന് കരുതിയാ നമ്പർ ചോദിച്ചത്. മോഹനചന്ദ്രൻ സാറ് എപ്പം തിരിച്ചു വരുമെന്ന് വൈദ്യരമ്മയ്ക്ക് അറിയാവോ? അവർ പറയും, എന്തിനു പോയതാണെന്നും എപ്പം തിരിച്ചു വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അതൊന്നും ബെന്നിയോട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അയാളെ കാണണമെന്ന് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു സന്ദർശന പാസ് എടുത്ത് കാണാലോ. ബെന്നിയും ഇനി ഇവിടെ തുടരണമെന്നില്ല, ഔട്ട് പേഷ്യൻ്റ് ആയി വന്ന് ഇടയ്ക്കൊന്ന് മരുന്ന് വാങ്ങിയാൽ മതി. ശരി മേഡെന്നും പറഞ്ഞ് ബെന്നി ഇവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജിനിയുടെ വീടാണ്. ജോത്സ്യം വന്ന് പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ശിവരഞ്ജിനി ഒഴികെയുള്ളവരെല്ലാം അവിടെയുണ്ട്. അമ്മ സുഹാസിനിയോട് ചോദിക്കും, അല്ല ഇതെന്ത് പൂജയാ മോളെ നടക്കുന്നേ? ശിവരഞ്ജിനിയുടെ മരിച്ചുപോയ മകളുടെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള കർമ്മമാണ് എത്ര തവണ പറഞ്ഞു തന്നമ്മേ. ശിവയുടെ മോളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ കടപ്പുറത്തല്ലേ കർമ്മം ചെയ്യേണ്ടത്? ഇത് പക്ഷെ എന്തോ. സുഹാസിനി പറയും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാലോ. അന്നേരം അമ്മ ജോത്സ്യനോട് ചോദിക്കും, ജോത്സ്യരെ എനിക്കൊരു സംശയം, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്താ അറിയണ്ടേന്ന് ചോദിക്കുമ്പം അമ്മ ചോദിക്കും, ആ കുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ കടപ്പുറത്തല്ലേ കർമ്മങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പം ഇങ്ങനെ ഒരു കർമ്മം ജോത്സ്യം പറയും, ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അത് ഫലം ചെയ്യില്ല. അതുകൊണ്ട് കണ്ണടച്ച് വിശ്വാസത്തോടെ ഒന്നും അങ്ങ് ധ്യാനിക്കുക. പൂജ കഴിയുമ്പം ഞാൻ എല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരാം.
അത് പോരേന്ന് ചോദിക്കുമ്പം അവർ സമ്മതിക്കും. സുഹാസിനി പറയും, അമ്മ വാ, മണിക്കൂറുകൾ നീണ്ട പൂജയ, ഇവിടെ നിന്ന് വെറുതെ കാലുവേദന കൂട്ടണ്ട. അവരെ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തിയിട്ട് സുഹാസിനി നിരുപമയോട് പറയും, മോള് ചെന്ന് അമ്മയെ വേഗം വിളിച്ചിട്ട് വാ. നിരുപമ ശിവരഞ്ജിനെ വിളിക്കാൻ പോകുന്ന സമയം സുഹാസിനി ജോത്സ്യന്റെ അടുത്ത് വന്നിട്ട് പറയും, ജോത്സ്യരെ, ശിവരഞ്ജിനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്, ഇപ്പം വരും. കർമ്മങ്ങൾ ചെയ്യുമ്പം ഒന്ന് സൂക്ഷിക്കണം. ശിവരഞ്ജിനിയുടെ അമ്മയ്ക്ക് ഇപ്പോഴേ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയ മട്ട ഒരുവിധം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. പക്ഷേ കർമ്മം ചെയ്യാൻ വന്നിരിക്കുന്ന ശിവരഞ്ജിനിക്ക് യാതൊരു സംശയങ്ങളും തോന്നാൻ പാടില്ല. അയാൾ പറയും, ഒരു പേടിയും വേണ്ട, അവർക്ക് ഒരു സംശയം തോന്നാത്ത വിധം ഞാൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തോളാം, അതുപോലെ. സുഹാസിന് ചോദിക്കും, ശിവരഞ്ജിനി എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക? അവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ജോത്സ്യം പറയും, ഈ രൂപത്തിലാണ് കർമ്മങ്ങൾ നടത്തുന്നത്. അതിനുശേഷം ഇതൊരു ലായിനെ മുക്കി അടച്ചു വെക്കും. എന്നിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയും, ആ രൂപം അടങ്ങുന്ന കുപ്പി ഞാൻ പറയുന്ന സ്ഥലത്ത് ആ സ്ത്രീയുടെ കൈകളാൽ കുഴിച്ചിടിക്കണം. കർമ്മങ്ങൾക്ക് കൂടെ ഇരുന്ന ശേഷം അത് മാത്രം അവർ ചെയ്താൽ മതി. ഈ രൂപം അഴുകുന്ന അനുസരിച്ച് അവരുടെ മകളെ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഇഞ്ചിഞ്ചായി തീർന്നോളും. അതിന് ഒരു സംശയവും വേണ്ട. അത് കേട്ട് സുഹാസിനിക്ക് സന്തോഷമാകും. നിരുപമ ശിവരഞ്ജിനെ വിളിക്കാൻ ചെല്ലുമ്പം കാണുന്നത് ശിവരഞ്ജിനി ഒരു പാവയിൽ തലോടി വിഷമിച്ചിരിക്കുന്നതാണ്. ശിവരഞ്ജിനി ആ പാവയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോള്, ഇത്രയും കാലം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ കർമ്മങ്ങൾ കഴിയുന്നതോടെ നീ എന്നെ വിട്ടു പോകും. നീ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരുമില്ല. പക്ഷേ നിന്നെ വിടാതിരിക്കാനും പറ്റില്ല. എൻ്റെ പൊന്നുമോളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ അമ്മ ഈ കർമ്മം ചെയ്തേ പറ്റൂ. ഹൃദയം പറിച്ചു തരുന്ന വേദനയോടെയാ അമ്മ അത് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മോള് അമ്മയെ വിട്ട് ഏത് ലോകത്ത് പോയാലും അവിടെയെല്ലാം നീ സന്തോഷത്തോടെ ഇരിക്കണം. മോളുടെ സമാധാനത്തിന് വേണ്ടി ഈ അമ്മ എന്നും പ്രാർത്ഥിക്കും. ആ സമയം നിരുപമ വന്ന് വിളിക്കും, അമ്മേ, കർമ്മങ്ങൾ തുടങ്ങാറായി. എല്ലാവരും താഴെ അമ്മ അന്വേഷിക്കുന്നു. സുഹാസിനി ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കൂലോ അല്ലേ? ജോത്സ്യം പറയും, നടക്കും, പക്ഷെ ഒരു തടസ്സവും ഇല്ലാതെ കർമ്മം പൂർത്തിയാകണം. സുഹാസിനി പറയും, ഒരു തടസ്സം ഉണ്ടാവില്ല. അതോർത്ത് ജോത്സ്യം വിഷമിക്കണ്ട. ഈ സമയം നിരുപമ ശിവരഞ്ജിനിയും കൊണ്ട് അവിടേക്ക് വരും. ജോത്സ്യം പറയുന്നിടത്ത് ശിവരഞ്ജിനിയെ ഇരുത്തും. ശിവരഞ്ജിനിയുടെ അമ്മ അടുത്തു വന്ന് നിപ്പുണ്ട്. ജോത്സ്യം പറയും, മരിച്ചു പോയ മകളുടെ പേരും നാളും. ശിവരഞ്ജിനി പറയും, ശിവാനി, നക്ഷത്രം. അത് മനസ്സിൽ ധ്യാനിക്കുക. കഴിവതും കണ്ണു തുറക്കാതെ മനസ്സർപ്പിച്ച അത്രയും നല്ലത്. ശിവരഞ്ജിനി കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്കും ജോത്സ്യം പറയും, ഇനി ഞാൻ പറയുന്ന മന്ത്രങ്ങൾ അതേപോലെ ഏറ്റുചൊല്ലണം. ഈ സമയം മീനു വണ്ടി ഓടിച്ചു വരുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പൂജകൾ നടക്കും. കുറച്ച് സമയത്തിന് ശേഷം ജോത്സ്യം പറയും, ഇനി കണ്ണു തുറക്കാം. എന്നിട്ട് അയാൾ ആ രൂപം അടങ്ങിയ തളിക ശിവരഞ്ജിനിയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഒരു കിണ്ടി വെള്ളവും ജോത്സ്യം കൊടുക്കും. ജോത്സ്യം പറയുന്ന പോലെ എല്ലാം ചെയ്യാൻ പറയും. ശിവരഞ്ജിനി അതുപോലെ ചെയ്യും. ഈ പൂജ കഴിയുന്നവരെ സുഹാസിനിക്കും രഘുവിനും ടെൻഷനാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഹർഷനും നിരുപമയ്ക്കും ഇത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ചിലപ്പം വീടിൻ്റെ നല്ലതിന് വേണ്ടി ആയിരിക്കും എന്നൊക്കെ. തിരുമേനി ചെയ്യാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശിവരഞ്ജിനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഈ സമയം മീനു ശിവരഞ്ജിനിയുടെ വീട്ടിൽ വരും. അവൾ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്നൊരു പൊതി എടുക്കും. ശിവരഞ്ജിനി മേഡം ഇവിടെ ഉണ്ടാവുമോ ആവോ എന്നും വിചാരിച്ചാണ് അകത്തേക്ക് ചെല്ലുന്നത്. ജോത്സ്യന് ഒരു കുപ്പിയിലേക്ക് ലായിന്യം ഒഴിച്ചിട്ട് ശിവരഞ്ജിനിയുടെ അടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇനി കയ്യിലിരിക്കുന്ന രൂപം ആ കുപ്പിയിലേക്ക് ഇട്ടോളൂ. ശിവരഞ്ജിനിയാണെങ്കിൽ സങ്കടത്തോടെ അന്ന് പ്രസവിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഓർക്കും. സുഹാസിനിക്കൊക്കെ ടെൻഷനാവും. ഒന്ന് വേഗം അവൾ അത് ആ കുപ്പിയിൽ ഇട്ടിരുന്നെങ്കിൽ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ശിവരഞ്ജിനി ഇടാതിരിക്കുന്നുണ്ട്. ജോത്സ്യം പറയും, വേഗം ഇട്ടോളൂ. ശിവരഞ്ജിനിയുടെ ഉള്ളിലാണെങ്കിൽ കൊച്ചിൻ്റെ കരച്ചിലും ഒക്കെയാണ് കേൾക്കുന്നത്. രഘു സുഹാസിനോട് ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇത് ചെയ്യാത്തത്? അവസാന നിമിഷം കൂടെ കല ഉടയ്ക്കാനുള്ള പുറപ്പാടാണോ? സുഹാസിനി പറയും, ശിവേ, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, അതാ കുപ്പിയിലേക്ക് ഇടാൻ. ഈ സമയം ശിവയുടെ കാതിലേക്ക് അമ്മയെന്നൊരു സൗണ്ട് കേൾക്കും. പെട്ടെന്നൊരു ഞെട്ടലോടെ ആ രൂപം അവൾ താഴേക്കിടും. അന്നേരം വിളക്കിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരി അതിൻ്റെ മേലേക്ക് വന്ന് വീഴും. ആ സമയം തന്നെ പൂജ നടക്കുന്ന ഹാളിലേക്ക് മീനു വരും. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.